അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് പരിശുദ്ധമായ മുഹറം 10 ആശൂറയിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ചെല്ലേണ്ടിയുള്ള ദിക്റുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നത്തെ ദിവസം നാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായി ചെയ്യേണ്ടത്, ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വളരെയേറെ ശ്രദ്ധയോടുകൂടി ഇൻഷാ അല്ലാഹ് കേൾക്കുക. ആരും ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളൊക്കെ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിച്ച് നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്കറിയാം മുഹറം 10 ഏറ്റവും പ്രധാനമായ ആശൂറ ദിവസമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലിറക്കിയ, ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് പേർക്കുണ്ടായ, ഒരുപാട് പ്രവാചകന്മാരെ പരീക്ഷണങ്ങളിൽ നിന്നും വിജയിപ്പിച്ച, അല്ലാഹു പല കാര്യങ്ങളെയും സൃഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ നിറക്കപ്പെട്ട ഒരു പവിത്രമായ പുണ്യമായ ദിവസത്തിൻ്റെ ആ പരിശുദ്ധമായ പകലിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദര, ഈ ദിവസത്തിൻ്റെ പകലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നാം എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. നമ്മളൊക്കെ നോമ്പുകാരാണല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ നോമ്പ് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകണം, നമുക്കൊരു ഉപകാരമുണ്ടാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നാം ചെയ്യേണ്ടിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദിക്റുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ചെല്ലുക. അതിനുശേഷം ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നാം ചെയ്യേണ്ടിയുള്ള മർമ്മപ്രധാനമായ ദിക്റുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ആദ്യത്തെ ദിക്ർ 70 തവണയാണ് ചെല്ലേണ്ടത്. ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ പരിശുദ്ധമായ ദിക്ർ 70 തവണ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നീ 2 ദിക്റുകൾ സഹോദരങ്ങളെ ഇന്നത്തെ പകലിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുടെ കൂമ്പാരമാണ് ഇന്നത്തെ ഈ രാവിനുള്ളത്, ഇന്നത്തെ ഈ പകലിനുള്ളതെന്ന് നാം മനസ്സിലാക്കണം. ഇന്നത്തെ ഈ പകലിന് ഒരുപാട് നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. കാരണം നമുക്ക് ആശൂറയുടെ ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. ഒരുപാട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. നമുക്കറിയാം, പലരും രോഗങ്ങൾ കൊണ്ടല്ലേ പലരും നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ പലരും നമുക്കറിയാവുന്നവർ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരാണല്ലേ. രോഗങ്ങൾ കാരണം വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് മരുന്ന് കഴിച്ചാലും എത്ര ഗുളിക കഴിച്ചാലും ഹോസ്പിറ്റലിൽ നിന്ന് മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോകലല്ലാതെ വേറൊരു പണിയില്ല. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഈ ദിവസത്തിൽ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ
ചെയ്യണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം അയ്യൂബ് നബിക്ക് അല്ലാഹു തആല മാരകമായ ഒരു രോഗം കൊടുത്തു. മാരക രോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ നിന്ന് പഴുപ്പ് വരികയാണ്. ശരീരത്തിൽ ചെറിയൊരു മുറിവുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ നിന്നൊരു ചെറിയ മുറിവുണ്ടായിട്ട് ആ മുറിവ് കയറി അങ്ങ് പഴുത്തു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഷുഗർ രോഗികളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഷുഗർ ആയിരിക്കാം അസുഖം. കാരണം ഷുഗർ എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരീരത്തിൽ ചെറിയൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് ഷുഗറുള്ള ശരീരത്തിൽ ഷുഗർ പേഷ്യൻ്റാണോ ആ മുറിവ് എന്താ ചെയ്യാറുണ്ട്? പഴുക്കാറുണ്ട്, പഴുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാറുണ്ട്. അതുപോലെ അയ്യൂബ് നബിയുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് കയറി വ്യാപിച്ച് ശരീരം മുഴുവനുമായി. അതിനുശേഷം പടച്ചവനെ ശരീരം വല്ലാതെ പഴുത്ത് മുഴുവൻ ശരീരവും നമുക്ക് കാണാൻ കഴിയും. ഹൃദയവും നാവും ഒഴിച്ച് അയ്യൂബ് നബിയുടെ ബാക്കിയുള്ള മുഴുവൻ ശരീരവും എൻ്റെ പ്രിയപ്പെട്ടവർ ആ രീതിയിലേക്കായിപ്പോയി. അവസാനം രാജാവായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടുകാരാൽ ഓട്ടിക്കപ്പെട്ട് സ്വന്തം കുടുംബക്കാരും വീട്ടുകാരും സർവ്വ ആളുകളും അയ്യൂബ് നബിയെ ഒറ്റപ്പെടുത്തുകയാണ്. അയ്യൂബ് നബി എന്ത് ചെയ്ത്? അവസാനം എല്ലാവരുടെയും ഈ വല്ലാത്ത വേദനിപ്പിക്കലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും നടുവിൽ നിന്ന് അയ്യൂബ് നബി ഓടി മറഞ്ഞിട്ട് അല്ലാഹു തആല 80 കൊല്ലത്തോളം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ രോഗവും പേറി നടക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ഇതുപോലെ ഒരു മുഹറം 10-ൻ്റെ അന്നാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല രോഗങ്ങൾ മാറ്റിക്കൊടുത്തത്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കെ, അല്ലാഹു തആല ഈ ദിവസത്തെ തിരഞ്ഞെടുത്തതെങ്കിൽ. അതുപോലെ എത്രയോ ചരിത്രങ്ങൾ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന കാട്ടാളൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ നിന്ന് മഹാനവറുകളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം മൂസാ നബി എന്ന് പറഞ്ഞാൽ പടച്ചവനെ ഫിർഔനിൻ്റെ ഒരുപാട് വേദനിപ്പിക്കലിൻ്റെ മുന്നിൽ വല്ലാതെ ശങ്കിച്ചു പോയ മഹാമനുഷ്യനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. വല്ലാത്ത ഉപദ്രവമാണ് ഫിർഔൻ പടച്ചുവിട്ടത്. പക്ഷേ ആ ഫിർഔനെ അല്ലാഹു തആല നശിപ്പിച്ചതും ഇതുപോലെ പരിശുദ്ധമായ മുഹറം 10-നായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തപ്പോൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ആദം നബിയുടെ തൗബ സ്വീകരിച്ചതും ഇതേ മുഹറം 10-നായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ മുഹറം 10-ന്. ആ മുഹറം 10-ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ ദിക്റൊക്കെ ചൊല്ലിയതിന് ശേഷം യജമാനനായ അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അള്ളാഹുവേ, പടച്ചവനെ, എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ എന്ന് യജമാനനായ അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുന്നോളം ചെയ്ത പാപമാണെങ്കിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ദിവസത്തിനെ പ്രയോജനപ്പെടുത്തുക, ഉപകാരപ്പെടുത്തുക. നമ്മുടെ നോമ്പുകൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് കഴിവുള്ളവരൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്ന് ഏതായാലും മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ നോമ്പുകൾ യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ആരും മറക്കരുത്. ഈ 2 ദിക്റുകൾ എല്ലാവരും ഇന്നത്തെ ദിവസം പ്രാവർത്തികമാക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക, അല്ലാഹുവിൻ്റെ മുന്നിൽ പൊരുത്തം, അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുക. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു വന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലവിധ ആവശ്യങ്ങൾ പറഞ്ഞിട്ട്, പലവിധ ബുദ്ധിമുട്ടുകളാണ്, പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ പോരീശ മനസ്സിലാക്കിക്കൊണ്ട്, ആ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ആമീൻ വിളിക്കുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويسكسك
الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അർഹമുറഹീമായ ലോകരക്ഷിതാവായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ പരിപൂർണമായി സ്വീകരിക്കു റബ്ബേ ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നിന്റെ മഅഫിറത്തിന്റെ വിശാലത കൊണ്ട് നിന്റെ കരുണ കൊണ്ട് നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ അല്ലാ ഈ പുണ്യമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പുണ്യമായ ദിവസത്തിന്റെ ഹഖ്ജാഹു ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ നിന്ന് പലരും ഇന്ന് ആരുടെ മണ്ണിലാ അല്ലാ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ നമ്മുടെ നോമ്പുകളൊക്കെ നീ സ്വീകരിക്കുക അല്ലാ യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അല്ലാഹുവേ ഈ ദിവസത്തിന്റെ എല്ലാ പവിത്രതയും പോരിശയും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഒരുപാട് പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ ദിവസമാണല്ലോ അല്ലാ ഒരുപാട് കാര്യങ്ങൾ നീ നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിനമാണല്ലോ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ നീറുന്ന പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് നീ ഒരു ദിവസം ഒരു പരിഹാരം തരണേ അല്ലാഹുവേ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ അവിടെ രോഗങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ നീ കബൂലാക്കണേ اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക ദുആയിൽ ഇപ്പോൾ എന്നീ വിനീതനെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉൾപ്പെടുത്തുക എൻ്റെ ദുആയിൽ നിങ്ങളെയും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ പവിത്രമായ സമയങ്ങളും സന്ദർഭങ്ങളുമാണ് ഇനി നമ്മുടെ മുന്നിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് അത് വളരെയേറെ പ്രയോജനപ്പെടുത്തുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു